ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പരിശുദ്ധമായ ജാറം അത് കള്ളജാറമാണെന്ന് പറയുമ്പോ അങ്ങനെ ഒരു ജാറമില്ലെന്നാണല്ലോ ഇവര് പറയുന്നത്. പിന്നെ ഇവര് പറയുന്ന ജാറം ഏതാണെന്നറിയോ? ഒരൽപ്പം മാത്രം പൊക്കിയിട്ടുള്ള, ഒരു ചാൺ മാത്രം ഉയരത്തിലുള്ള ഒരു ചെറിയ ഖബറാണ് റസൂലുള്ളാഹിന്റെ ഖബർ. അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബറിന്റേതും ഉമർ ഇബ്നുൽ ഖത്താബിന്റേതും എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതാണ് ഒറിജിനൽ ഖബറെങ്കിൽ, അതാണ് ഒറിജിനൽ ജാറമെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ നിങ്ങൾ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് ഈ മുസ്ലിം ലോകത്ത് നിങ്ങളതൊന്ന് പ്രദർശിപ്പിച്ചു തരുമോ? കള്ളജാറമാണെന്ന് പറയുമ്പോ ഒരു ഒറിജിനൽ ജാറം ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? പറയാൻ മാത്രം തുനിഞ്ഞാൽ പോരാ, അതിന്റെ യാഥാർത്ഥ്യം കാണിച്ചു കൊടുക്കാനും നിങ്ങൾ തയ്യാറാകണം. എത്ര സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഇത് ചോദിച്ചതാണ്, ഇതുവരെ നിങ്ങൾ കാണിച്ചു തന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വിഷയം അബദ്ധജടിലമാണ്, ആരോപണങ്ങളാണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ ചൂഷണം ചെയ്യുകയാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കൂ, ഈ ജാറം അങ്ങനെ ഒരു ഖബർ, റസൂലുള്ളാഹിന്റെ ഖബർ കെട്ടിപ്പൊക്കിയ ഉയർ രൂപത്തിൽ മദീനയിൽ അവിടുത്തെ പരിശുദ്ധ റൗളയിൽ ആ കുബ്ബയുടെ ചുവട്ടിലായി നിലകൊള്ളുന്നില്ലെങ്കിൽ പിന്നെ അത് പുതക്കാൻ എന്തിനാണ് ഒരു പച്ചപ്പട്ട് നിർമ്മിക്കേണ്ട ആവശ്യം? അതേ പരിശുദ്ധ കഅബാലയത്തെ വിരിക്കാനും പുതക്കാനുമുള്ള കിസ്വ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഖബർ പുതക്കാനുള്ള പച്ചപ്പട്ടും നിർമ്മിക്കുന്നു. ആ കമ്പനി സഹിതം അവിടെയുള്ള പച്ചപ്പട്ടിന്റെ അതിന്റെ നിർമ്മാണ രംഗം സഹിതം അതേ ഏഷ്യാനെറ്റിലൂടെ നമ്മൾ കണ്ടതല്ലേ? കാണാത്തവർക്കൊന്നുകൂടെ കാണാനൊരവസരം. തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാല പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്.